നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ പരിപ്പ് വടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കാം. നമ്മൾ ചോപ്പർ ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല, അപ്പോൾ ചോപ്പർ ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ സവോള അരിഞ്ഞിട്ട് നമുക്ക് ചോപ്പറിലിട്ട് അരിയാം കേട്ടോ. അതേ കറിവേപ്പിലുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്. ഇനി സവോളയും കൂടി അരിഞ്ഞിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ചോപ്പർ കൂട്ടലിലേക്ക് നമ്മൾ സവോള അരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല, ചോപ്പർ വാങ്ങിച്ചിട്ട് ഞാനായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഒന്നും. അപ്പോൾ ഇതിന് എന്തായാലും ഞാൻ ചെയ്ത് നോക്കട്ടെ കേട്ടോ. സവോള ഇട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിയും കൂടി നമുക്ക് ഇതിലിടാം. അതിൽ നിന്ന് ഇതായി വരുന്ന വിചാരിക്കണം. അതുപോലെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് ചോപ്പറിലൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ കഴുകി വെച്ച പരിപ്പ് കുതിർത്തിട്ട് നമ്മളൊരു 3-4 മണിക്കൂർ കുതിർത്തതാണ്. ഇതിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. അധികം അരയണ്ട, ചെറുതായി ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അധികം അറിയേണ്ട ആവശ്യമില്ല. ചെറുതായി ഇങ്ങനെ മണികളിങ്ങനെ പരിപ്പുകളിങ്ങനെ അരയാണ്ട് കിടക്കണം കേട്ടോ. അങ്ങനെയാണ് ഇത് വേണ്ടത്. പിന്നെ അടുത്തത് കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായം പൊടി ചേർക്കാം. കായം പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി ഉള്ളി എല്ലാതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാം. അപ്പം ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പിൽ എടുക്കണം. അപ്പോൾ കൈയൊന്ന് നനച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു ഉരുളെടുക്കാം. ഇങ്ങനെ ഒരു ഉരുളെടുത്തിട്ട് വെറുതെ ഈ കൈ മറ്റേ കയ്യിൽ ഇങ്ങനെ ചെറുതായി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിടാം കേട്ടോ. അപ്പോൾ അതവിടെ നിന്നാവട്ടെ. നമുക്ക് അടുത്തതും കൂടി ഉണ്ടാക്കാം. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ടെൻഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന്. ഇത് മുളകിടണം. നമ്മുടെ പരിപ്പുവട നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 പരിപ്പുവടയാണ് നമ്മൾ ട്രിപ്പിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്കിനി മൊരിഞ്ഞിട്ട് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറവിലാണ് ഇട്ടിരിക്കുന്നത്. പെട്ടെന്നായി കഴിഞ്ഞാൽ ഉള്ളിൽ വേവില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറവിൽ വേണം ഇട്ടിട്ട് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ പരിപ്പുവട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ടേസ്റ്റ് നോക്കലാണ്. അപ്പം ഞാൻ തന്നെയാണ് ടേസ്റ്റ് നോക്കുന്നത്. നല്ല ചൂട് പരിപ്പുവട, നല്ല ചൂട് കട്ടൻ ചായ, അടിപൊളി ടേസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ടുവരുന്നതായിരിക്കും. ബായ്.